ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചേച്ചിയമ്മാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ചെമ്മീൻ തേങ്ങ വറുത്തരച്ച കറിയാണ്. കഴിഞ്ഞ ദിവസം അയല വാങ്ങിയ കൂട്ടത്തിൽ കിട്ടിയ ചെമ്മീനാണ് കേട്ടോ അത്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ ചട്ടി വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മുരിങ്ങക്കോലും ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും പിന്നെ ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് അതവിടെ വേവിക്കാൻ അങ്ങോട്ട് വെക്കുക. ഇതിൻ്റെ ഇടയിൽ ഉപ്പിടുന്ന കാര്യം മറക്കരുത് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ പറയാൻ വിട്ടുപോയത്. കറികളിൽ എപ്പോഴും ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലതെന്നാണ് അമ്മ പറയാറ്. കുറച്ച് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങും. അപ്പോഴും നമ്മൾ തീ ഓഫ് ചെയ്യരുത്, ഇനി വേകാനുണ്ട്. അപ്പം നമ്മൾ തിളപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ തിളച്ച് തിളച്ച് അവസാനം ഇതാ ഈ പരുവായി വറ്റി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ഥിരം കറിച്ചട്ടി, ആ ബ്ലാക്ക് ചട്ടി അങ്ങോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് തേങ്ങ വറുത്തരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തേങ്ങ ഇട്ടു, പിന്നെ ഇഞ്ചി ഇട്ടു, പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി ഇട്ടു, പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ടു, പിന്നെ നമ്മുടെ കടുകുറ 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 ചെറിയ ബ്രൗൺ കളറായി വരുന്നിടം വരെ ഈ പ്രോസസ്സ് അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പൊടികളായ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്രയും പൊടികളിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. വെളിച്ചെണ്ണ മതി. എന്നിട്ട് ഇതാ ഈ ബ്രൗൺ കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്ത് ആറാൻ വെക്കുക. ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ ഇതാ ഇതുപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത മിക്സ് നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അപ്പം ഇതുപോലെ വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും, ചട്ടിയുടെ അടിയിൽ പിടിക്കും. വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പായ താളിക്കലിലേക്ക് നീങ്ങാം. താളിക്കാൻ ഇവിടെ നമ്മൾ കടുക്, ചെറിയുള്ളി, കറിവേപ്പില, എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കഴിഞ്ഞിരിക്കുന്നു, റെസിപ്പി കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ലഞ്ചിന് വേണ്ടിയാണ്. കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ ഫ്രൈ കൂടാകാം. താങ്ക്സ് ഫോർ വാച്ചിങ്.